നിങ്ങള് നമ്മളുടെ മൂന്നാമത്തെ ഓറിയന്റേഷൻ സെഷനിലാണുള്ളത് അല്ലെ. നമുക്ക് ഫസ്റ്റ് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞു. അങ്ങനെ ഇഗ്നോനെ പറ്റി, യൂണിവേഴ്സിറ്റിനെ പറ്റി കൂടുതൽ അറിയുന്ന ഒരു സെഷൻ ഒക്കെ കഴിഞ്ഞു. എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് നമ്മളുടെ തേർഡ് ഓറിയന്റേഷൻ സെഷൻ ആണ്. അതായത് സിലബസ് ഡീകോഡിങ്, അതായത് കുറച്ചുകൂടി സിലബസിനെ പറ്റി അറിയാം. നിങ്ങൾ പഠിക്കാൻ പോകുന്ന 2 വർഷം നിങ്ങൾ പഠിക്കാൻ പോകുന്ന സിലബസിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത് എന്നുള്ളതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെഷൻ വെച്ചിട്ടുള്ളത്. സോ നമ്മള് മൊത്തത്തില് സബ്ജക്ട്സിനെ പറ്റിയൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു പെന്നും നോട്ട്ബുക്കും എടുക്കാം. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് ലാസ്റ്റ് സെഷൻ കഴിയുന്ന സമയത്ത് ചോദിക്കാം കേട്ടോ. പ്രോഗ്രാം കുറച്ച് ടെർമിനോളജീസ് നമ്മൾ പറയാം. നമ്മൾ പ്രോഗ്രാം എന്ന് പറയുന്നുണ്ട്, കോഴ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്, ഇതിന്റെ ഡിഫറൻസ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കണം നമ്മൾ. കാരണം നമ്മൾ പ്രോഗ്രാമിന്റെ പേരാണ് MAPC എന്ന് പറയുന്നത്. പ്രോഗ്രാം കോഡാണ് MAPC എന്ന് പറയുന്നത്. കോഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഓരോ സബ്ജക്ട്സിനെയാണ് നമ്മൾ കോഴ്സ് എന്ന് പറയാം. ഓക്കെ. അപ്പൊ നമുക്കിപ്പം MAPC എന്ന് പറയുന്ന, ഫോർ എക്സാമ്പിൾ ഈ സ്ലൈഡ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതില് പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മളുടെ MA ഇൻ സൈക്കോളജി പ്രോഗ്രാം ആണ് MAPC എന്ന് പറയുന്നത്. അതിന്റെ ഉള്ളിലുള്ള കോഴ്സുകളാണ് നമ്മളുടെ സബ്ജക്ട്. 6 സബ്ജക്ട്സ് ഉണ്ടല്ലോ നമുക്ക്. അതിൽ ഒന്നെടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ റിസർച്ച് മെത്തേഡ്സ് എടുത്തിരിക്കണം, അത് ഒരു കോഴ്സ് ആണ്. ഇനി അതിന്റെ ഉള്ളില് ഒരു കോഴ്സിന്റെ ഉള്ളില് 4 ബ്ലോക്കുകളായിട്ടായിരിക്കും നിങ്ങളുടെ ആ ഒരു കോഴ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടാവുക. 4 ബ്ലോക്കുകളായിട്ട്, ഓരോ ബ്ലോക്കും ഓരോ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മൊഡ്യൂള് പോലെ ഓരോ ബ്ലോക്കുകളാണ് ഉണ്ടാവുക. സോ അതിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റിസർച്ച് മെത്തേഡ്സ് എന്ന് പറയുന്ന ഒരു കോഴ്സിന്റെ ഉള്ളിലുള്ള ഒരു ബ്ലോക്കാണ് ടൈപ്സ് ഓഫ് റിസർച്ച് എന്ന് പറയുന്ന ഒരു ബ്ലോക്ക്. ഇനി അതിന്റെ ഉള്ളിൽ ദെൻ അതും സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ, യൂണിറ്റ് എന്നുള്ള രീതിയിൽ സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യം കോഴ്സ് ആണ്, എന്നിട്ട് അതിനെ ഓരോ ബ്ലോക്കുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ദെൻ അതിനെ അഗെയിൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, യൂണിറ്റ് എന്നുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മളുടെ ഒരു സ്ട്രക്ചർ കിടക്കുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ ക്രെഡിറ്റ് ബേസ്ഡ് ആണ് നമ്മളുടേത്. ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ ബ്ലോക്കുകൾ അല്ലെങ്കിൽ ഓരോ യൂണിറ്റുകൾ തീർക്കുന്ന സമയത്തും, ഓരോ കോഴ്സ് നമ്മൾ പഠിച്ച് തീരുന്ന സമയത്തും ഇത്ര ക്രെഡിറ്റ് നമുക്ക് കിട്ടും. ഓക്കെ. ഇപ്പം പറയുകയാണെങ്കിൽ 1 ക്രെഡിറ്റ് എന്ന് പറയുന്നത് 30 hours ഓഫ് സ്റ്റഡി എന്നുള്ള രീതിയിലാണ് അവർ വെയിറ്റേജ് കൊടുക്കുന്നത്. നമ്മളിപ്പം റെഗുലർ ആയിട്ട് ക്ലാസ്സിൽ പോയി പഠിക്കുന്നതല്ലല്ലോ. അപ്പൊ അറ്റൻഡൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ക്രെഡിറ്റ് ആണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ ക്രെഡിറ്റ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോ യെസ്, നമ്മൾ ഇതിനോട് നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ സ്റ്റഡി സെന്റേഴ്സ് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഈ സ്റ്റഡി സെന്റേഴ്സ് ഏറ്റവും എന്താ പറയാ, ഈ സ്റ്റഡി സെന്റേഴ്സ് ആണ് നിങ്ങൾക്ക് ഡയറക്ട്ലി നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടാവുക. സ്റ്റഡി സെന്ററിന്റെ മേലെ കുറച്ച് സ്റ്റഡി സെന്ററിന് ഒരു റീജിയണൽ സെന്റർ ഉണ്ടാവും. ഓക്കെ. നമ്മൾ കേരളത്തിലാണെങ്കിലും റീജിയണൽ സെന്റർ വരുന്നത് വടകരയും പിന്നെ കൊച്ചി പിന്നെ ട്രിവാൻഡ്രം ഒക്കെയാണ് റീജിയണൽ സെന്റർ വരുന്നത്. പിന്നെ ഇതിന്റെ മെയിൻ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് ഡൽഹിയിലാണ്. ഡൽഹി ഇഗ്നോ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹിയിലാണ്. ഓക്കെ. സോ എങ്ങനെയാണ് നമ്മൾ ഈ കോഴ്സസ്, അതായത് ആ ഒരു സബ്ജക്ട്സിനെ ഈ 2 വർഷത്തേക്കായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ. ഇത് കണ്ടിട്ട് പേടിക്കേണ്ട, നമുക്ക് സമയമുണ്ട് പഠിച്ചു തീർക്കാൻ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഒന്നാമത്തെ വർഷത്തിലുള്ള കാര്യങ്ങൾ ഒന്ന് നോക്കാം. ഫസ്റ്റ് ഇയറിൽ നമുക്ക് 7 കോഴ്സസ് ആണ് വരുന്നത്. 7 കോഴ്സസ് എന്ന് പറയുമ്പോൾ അതിൽ 6 എണ്ണം തിയറി പേപ്പേഴ്സ് ആയിരിക്കും, 1 പ്രാക്ടിക്കലും ആയിരിക്കും. അപ്പൊ എല്ലാം കൂടി നമുക്ക് 32 ക്രെഡിറ്റ്സ് ആണ്. അത് എല്ലാം നമ്മൾ എക്സാം എഴുതി പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 32 ക്രെഡിറ്റ്സ് ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ അതിൽ 6 തിയറി പേപ്പേഴ്സിൽ ഓരോന്നിനും 4 ക്രെഡിറ്റ് വീതമാണ്. അപ്പൊ 6 × 4 24 ക്രെഡിറ്റ് കിട്ടും. ദെൻ ഒരു പ്രാക്ടിക്കൽ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അത് 8 ക്രെഡിറ്റ് ആണ്. അപ്പൊ 24 × 32 ക്രെഡിറ്റ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ. അതുപോലെ സെക്കൻഡ് ഇയർ ആവുന്ന സമയത്ത് നമുക്ക് ഓപ്ഷൻ ആണ്, ഏതെങ്കിലും ഒരു സ്പെഷ്യലൈസേഷൻ നമ്മൾ ഓപ്റ്റ് ചെയ്യണം. ഈ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി എന്നുണ്ട്. എ എന്ന് പറയുന്നത് ക്ലിനിക്കൽ സൈക്കോളജി ആണ്, ബി എന്ന് പറയുന്നത് കൗൺസിലിംഗ് സൈക്കോളജി ആണ്, ആൻഡ് സി എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ അല്ലെ ഓർഗനൈസേഷണൽ സൈക്കോളജി ആണ്. അപ്പൊ ഓരോന്നിലും
ഇത്ര ക്രെഡിറ്റ്സ്, ഇപ്പം എന്താ പറയാ, തിയറി ഇത്ര, പ്രാക്ടിക്കം ഇത്ര, ഇന്റേൺഷിപ്പ് ഇത്ര, പ്രൊജക്ട് ഇത്ര എന്നുണ്ട്. അത് നല്ല രീതിയിൽ നമുക്ക് സെക്കൻഡ് ഇയർ ആകുന്ന സമയത്ത് പറയാം. ഇപ്പൊ നമുക്ക് ഫസ്റ്റ് ഇയറിന്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ. ഇപ്പം നേരത്തെ പറഞ്ഞ ആ കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഫസ്റ്റ് ഇയറിന്റെ സബ്ജക്ട്സ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അല്ലെ. നമുക്ക് കോഡുകളാണുള്ളത്, കോഴ്സ് കോഡുകൾ ഉണ്ട്. MPC 001 മുതൽ MPCL 007 വരെ. അപ്പോൾ MPC 001 എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് സൈക്കോളജി ആണ്, ലേണിംഗ് ആൻഡ് മെമ്മറി എന്ന് പറഞ്ഞിട്ട്. പിന്നെ 002 വരുന്നത് ലൈഫ് സ്പാൻ സൈക്കോളജി. 3 വരുന്നത് പേഴ്സണാലിറ്റി തിയറീസ് ആൻഡ് അസസ്മെന്റ്. 4 വരുന്നത് അഡ്വാൻസ്ഡ് സോഷ്യൽ സൈക്കോളജി. 5 വരുന്നത് റിസർച്ച് മെത്തേഡ്സ്. പിന്നെ 6 വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ സൈക്കോളജി. ആൻഡ് ലാസ്റ്റ് വരുന്നതാണ് നമ്മളുടെ പ്രാക്ടിക്കൽ എന്ന് പറയുന്നത് MPCL 007 അഥവാ പ്രാക്ടിക്കം ഇൻ എക്സ്പെരിമെന്റൽ സൈക്കോളജി ആൻഡ് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇത്രയും നാളാണ് നമുക്ക് ഫസ്റ്റ് ഇയറിൽ വരുന്ന കോഴ്സസ് എന്ന് പറയുന്നത്. യെസ്. ഇനി ഓരോന്നും ഇയർ 1 ഇയർ 2 ആയിട്ട് നമ്മൾ 2 വർഷത്തേക്ക് ടോട്ടൽ 13 കോഴ്സസ് ആണ് പഠിക്കുക. അപ്പൊ ഈ 13 കോഴ്സസ് പഠിച്ച് തീരുമ്പോൾ നമ്മൾ 64 ക്രെഡിറ്റ്സ് ആണ് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ. യെസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 7 കോഴ്സസിന്റെ പേരും അതിനനുബന്ധിച്ചിട്ടുള്ള ക്രെഡിറ്റുകളുമാണ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഓരോന്നും നമുക്ക് എങ്ങനെയാന്ന് നോക്കാം. ഫസ്റ്റത്തെ സബ്ജക്റ്റ് ആണ് കോഗ്നിറ്റീവ് സൈക്കോളജി, ലേണിംഗ് ആൻഡ് മെമ്മറി എന്ന് പറയുന്നത്. അത് 4 ക്രെഡിറ്റ് ആണ്. എന്ന് പറയുമ്പോൾ നമ്മളുടെ എന്താ പറയാ, മെന്റൽ കോഗ്നിറ്റീവ് പ്രോസസ്സ് അഥവാ മെന്റൽ പ്രോസസ്സ്, മെമ്മറി, ഇന്റലിജൻസ്, ലേണിംഗ്, പ്രോബ്ലം സോൾവിങ്, ക്രിയേറ്റിവിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുകയാണ് ചെയ്യുക. അതിൽ കുറച്ചുകൂടി എന്താ ഈ അബ്സ്ട്രാക്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. അതാണ് നമ്മൾ MPC 001 എന്ന് പറയുന്നത്. ഓക്കെ. അതിനെ ഒറ്റ പേപ്പറിനെ, ഒറ്റ കോഴ്സിനെ 4 ബ്ലോക്കുകളായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ബ്ലോക്ക് 1, ബ്ലോക്ക് 2 കണ്ട, ബ്ലോക്ക് 3 ആൻഡ് ബ്ലോക്ക് 4. ഓരോ ബ്ലോക്കിലും 4 യൂണിറ്റ് വീതം ഉണ്ടാവും. ഓക്കെ. അപ്പൊ ബ്ലോക്ക് 1 എന്ന് ഇൻഫർമേഷൻ പ്രോസസിങ്, അതിലുണ്ട് 4 യൂണിറ്റ്. ആൻഡ് ബ്ലോക്ക് 2 ഇന്റലിജൻസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. ബ്ലോക്ക് 3 എന്ന് പറയുന്നത് ലാംഗ്വേജ്. ബ്ലോക്ക് 4 എന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിങ്. ഓരോന്നിനും 4 യൂണിറ്റ് വീതം ഉണ്ട്. ഇങ്ങനെ എല്ലാ പിന്നെ സബ്ജക്ട്സിനും എല്ലാ കോഴ്സിനും 4 ബ്ലോക്കുകൾ ഉണ്ടാവും. ഓരോ ബ്ലോക്കിനും 4 യൂണിറ്റ്. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ആ ഒരു കോഴ്സിന്റെ ഉള്ളിലുള്ള ചാപ്റ്റേഴ്സിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ വരുന്നതാണ് MPC 002 എന്ന് പറയുന്നത് ലൈഫ് സ്പാൻ സൈക്കോളജി. അഥവാ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അല്ലെ നമ്മൾ എന്താ അതിൽ പഠിക്കാൻ പോകുന്നതെന്നുള്ളത്. ഒരു മനുഷ്യന്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ് നമ്മൾ അതിൽ പഠിക്കുക. ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസ് അല്ലെ, ഫിസിക്കൽ ആണെങ്കിലും കോഗ്നിറ്റീവ് ആണെങ്കിലും പിന്നെ എന്താ ഇമോഷണൽ ആണെങ്കിലും ലിംഗ്വിസ്റ്റിക് ആണെങ്കിലും എങ്ങനെയുള്ള എല്ലാ പിന്നെ ഡയമെൻഷൻസിലുള്ള നമ്മളുടെ ഗ്രോത്തും ഡെവലപ്മെന്റും ആണ് നമ്മൾ ലൈഫ് സ്പാൻ സൈക്കോളജിയിൽ പഠിക്കുക. ഫ്രം കൺസെപ്ഷൻ ടു ദ ഓൾഡ് ഏജ് അല്ലെ, ഡെത്ത് വരെയുള്ള എല്ലാ സ്റ്റേജസും ആയിരിക്കും അതിൽ പഠിക്കുന്നുണ്ടാവുക. അതും 4 ക്രെഡിറ്റ് ആണ് വരുന്നത്. അതിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 4 ബ്ലോക്കുകളാണ് ഉള്ളത്. ബ്ലോക്ക് 1 ഉണ്ടോ, പ്രീനേറ്റൽ ആൻഡ് ഇൻഫൻസി ഏർലി ചൈൽഡ്ഹുഡ് പഠിക്കും. ബ്ലോക്ക് 2 ഡെവലപ്മെന്റ് ഡ്യൂറിങ് ഏർലി സ്കൂൾ ഇയേഴ്സ് പഠിക്കും. അത് വലുതായി വരിക ചെയ്യാം. ബ്ലോക്ക് 3 വരുമ്പോൾ ഡെവലപ്മെന്റ് ഡ്യൂറിങ് അഡോളസെൻസ്. ബ്ലോക്ക് 4 അഡൾട്ട്ഹുഡ് ആൻഡ് ഏജിങ്. അങ്ങനെയാണ് നമ്മൾ ലൈഫ് സ്പാൻ സൈക്കോളജിയിൽ വരുന്നത്. അതിലും ഓരോന്നിലും 4 യൂണിറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി പേഴ്സണാലിറ്റി ആണ് മൂന്നാമത്തെ വരുന്നത്. MPC 003 പേഴ്സണാലിറ്റി തിയറീസ് ആൻഡ് അസസ്മെന്റ്സ്. അതിൽ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പേഴ്സണാലിറ്റി തിയറീസ് ആണ് പഠിക്കുന്നുണ്ടാവുക. പണ്ട് മുതലേ ഉള്ള പിന്നെ എന്താ പല ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാര് കൊണ്ടുവന്നിട്ടുള്ള പേഴ്സണാലിറ്റി തിയറീസ്, പിന്നെ എങ്ങനെയാണ് നമ്മൾ പേഴ്സണാലിറ്റിനെ അസസ് ചെയ്യുന്നതെന്നുള്ളതിന്റെ കുറച്ച് അസസ്മെന്റുകളൊക്കെയാണ് നമ്മൾ ഈ ഒരു പേഴ്സണാലിറ്റിയിൽ പഠിക്കുന്നുണ്ടാവുക. അപ്പോൾ അതിലും ഇതുപോലെ എത്ര 4 ബ്ലോക്കുകളാണുള്ളത് അല്ലെ. ബ്ലോക്ക് 1 പേഴ്സണാലിറ്റി തിയറീസ് ആൻഡ് അസസ്മെന്റ്. 2 ആണ് തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി 1. 3 ആണെങ്കിൽ തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി 2 ആൻഡ് അസസ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി 4ാമത്തെ ബ്ലോക്കും വരും. ഓക്കെ. ഇനി അഡ്വാൻസ്ഡ് സോഷ്യൽ സൈക്കോളജി ആണ് MPC 004, അതായത് അഡ്വാൻസ്ഡ് സോഷ്യൽ സൈക്കോളജി.
അതിൽ നമുക്ക് 4 ക്രെഡിറ്റ് തന്നെയാണ് വരുന്നത് എല്ലാത്തിലും പോലെ തന്നെ. അപ്പൊ സോഷ്യൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുറച്ചുകൂടി സോഷ്യൽ, അതായത് നമ്മൾ ആസ് എ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു സോഷ്യലി ഇൻവോൾവ് ആവുന്ന സമയത്ത് നമ്മളുടെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, നമ്മൾ എന്തായാലും ബിഹേവിയറിനെയാണ് എവിടെയാണെങ്കിലും പഠിക്കുന്നുണ്ടാവുക. നമ്മളൊരു ക്രൗഡ് ഉണ്ടാകുന്ന സമയത്തും നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടാകുന്ന സമയത്തൊക്കെ നമ്മളുടെ ബിഹേവിയറിൽ മാറ്റമുണ്ട് എല്ലാ മനുഷ്യന്മാരെയും. അപ്പൊ അതെങ്ങനെയാണ് അങ്ങനെ ഒരു മാറ്റം വരുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള മാറ്റങ്ങൾ വരുന്നത്, ഇതൊക്കെ ആയിരിക്കും നമ്മൾ അഡ്വാൻസ്ഡ് സോഷ്യൽ സൈക്കോളജിയിൽ പഠിക്കുന്നുണ്ടാവുക. ഓക്കെ, ഇതിലും നമുക്ക് 4 ബ്ലോക്കുകൾ ഉണ്ട്. അതിലൊന്ന് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജി, രണ്ടാമത് വരുന്ന പ്രോസസ് ഓഫ് സോഷ്യൽ ഇൻഫ്ലുവൻസ്, മൂന്നാമത് വരുന്ന ആറ്റിറ്റ്യൂഡ്സ്, സ്റ്റീരിയോടൈപ്സ്, പ്രജഡിസ്, ഡിസ്ക്രിമിനേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇനി നാലാമത്തെ ബ്ലോക്കിൽ വരുന്നത് ഗ്രൂപ്പ് ഡൈനാമിക്സ്. ഓക്കെ, ഇങ്ങനെ അഡ്വാൻസ് സോഷ്യൽ സൈക്കോളജി 4 ബ്ലോക്കും ഓരോന്നിലും 4 യൂണിറ്റും നമുക്ക് പഠിക്കാനുണ്ടാവും. ദെൻ വരുന്നത് റിസർച്ച് മെത്തേഡ്സ് ആണ്. നമുക്കറിയാം റിസർച്ച് മെത്തേഡ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്ക് റിസർച്ച് ചെയ്ത് ആ ഒരു റിസർച്ച് ഉള്ളത് കൊണ്ടാണ് നമുക്ക് കുറെ അധികം തിയറീസും കാര്യങ്ങളും എക്സ്പെരിമെന്റ്സും ഒക്കെ വന്നിട്ടുള്ളത് അല്ലെ. റിസർച്ചിന്റെ എന്താ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സൈക്കോളജിയിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ റിസർച്ച് മെത്തേഡ്സ് നമ്മൾ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചിരിക്കണം. നമുക്കും ഒരു ഭാവിയിൽ ഒരു റിസർച്ച് ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാലോ. റിസർച്ച് മെത്തേഡ്സ് എന്ന് പറയുന്നത് 4 ക്രെഡിറ്റ്സ് തന്നെയാണ്. അപ്പൊ പല ടൈപ്പ് ഓഫ് റിസർച്ച് മെത്തേഡ്സ്, പിന്നെ എന്താ പല ഡാറ്റ അനാലിസിസ്, ഈ ഡാറ്റനെ നമ്മൾ എങ്ങനെ എന്താ പറയാ പബ്ലിഷ് ചെയ്യാം, കണ്ടന്റ് റൈറ്റിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ റിസർച്ച് മെത്തേഡ്സിൽ പഠിക്കുക. സോ റിസർച്ച് മുന്നേ 4 ബ്ലോക്കുകളാണ് ഇതിനുള്ളത് അല്ലെ. ഒന്നാമത് ഇൻട്രൊഡക്ഷൻ ടു റിസർച്ച് മെത്തേഡ്സ്, ഒരു ഇൻട്രൊഡക്ഷൻ ബ്ലോക്ക് ഉണ്ടാവും അല്ലെ. എല്ലാം ഇൻട്രൊഡക്ഷൻ ആണ്, ഓരോന്നും പരിചയപ്പെടുകയാണ്. ബ്ലോക്ക് 2 ടൈപ്സ് ഓഫ് റിസർച്ച്, ബ്ലോക്ക് 3 വരുന്നത് റിസർച്ച് ഡിസൈനർ, ബ്ലോക്ക് 4 വരുന്നത് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഇൻ സൈക്കോളജി. ഓക്കെ, ലാസ്റ്റ് വരുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഒന്ന് മ്യൂട്ട് ചെയ്യാമോ എല്ലാരും? ഓക്കെ, ലാസ്റ്റ് വരുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സും 4 ക്രെഡിറ്റ്സ് തന്നെയാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്തിനാ നമ്മൾ സൈക്കോളജി പഠിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ നമ്മൾ റിസർച്ച് ഒക്കെ ചെയ്യുന്ന സമയത്ത് അനാലിസിസ്, ഡാറ്റ അനാലിസിസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കണക്ക് ആവശ്യമാണ് അല്ലെ. നമുക്ക് അതിനെ വലിയൊരു ഡാറ്റനെ നമുക്ക് എന്ത് ചെയ്യണം, പിന്നെ എന്താ സമ്മറി ആക്കി കൊണ്ടുവരണം അല്ലെ. അപ്പൊ കൺക്ലൂഷൻ ആക്കി കൊണ്ടുവരണമെങ്കിൽ നമുക്ക് അവിടെ ഒരു കണക്ക് ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്നത്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ഉണ്ടാവും. സോ എന്തൊക്കെയാ പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഒന്നാമത്തെ ബ്ലോക്ക്. രണ്ടാമത്തത് കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല ടൈപ്പ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരും. പിന്നെ ബ്ലോക്ക് 3 എന്ന് പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നാലാമത്തത് നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇതൊക്കെയാണ് നമ്മളുടെ സ്റ്റാറ്റിസ്റ്റിക്സിൽ പഠിക്കാൻ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് ഒരു പ്രാക്ടിക്കൽ കൂടി ഉണ്ട്. പ്രാക്ടിക്കൽ എന്ന് പറയുമ്പോൾ പ്രാക്ടിക്കമിന് എക്സ്പെരിമെന്റൽ സൈക്കോളജി ആൻഡ് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്, നമുക്ക് ടെസ്റ്റിങ്ങും എക്സ്പെരിമെന്റും ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സ്റ്റഡി സെന്ററിൽ പോയിട്ട് പ്രാക്ടിക്കൽ അറ്റൻഡ് ചെയ്യണം. അത് 8 ക്രെഡിറ്റ് ആണ് വരുന്നത്. സോ അതെന്ന് പറയുമ്പോൾ 5 പ്രാക്ടിക്കൽസ് ആണ് അവർ പറയുന്നത്. അത് നമുക്കൊരു റെക്കോർഡ് ബുക്ക് ഉണ്ടാവും. ആ റെക്കോർഡ് ബുക്കിൽ അവർ പറഞ്ഞു തരും. സ്റ്റഡി സെന്ററിൽ നിന്ന് അവർ ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അന്നേരം അവർ കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയേഴ്സ് എഴുതേണ്ടത്, എയിം, കൺക്ലൂഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അതൊക്കെ ചെയ്ത് അവിടെ സബ്മിറ്റ് ചെയ്യണം നമ്മൾ. അതിനൊരു എക്സാമും ഉണ്ടാവും പ്രാക്ടിക്കലിന്. ഓക്കെ, തിയറി പേപ്പറിന്റെ എക്സാം വേറെ തന്നെ ആയിരിക്കും. സോ പ്രാക്ടിക്കലിന് എന്തൊക്കെയാണ് പൊതുവെ ഉണ്ടാവാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്റലിജൻസ് ടെസ്റ്റിംഗ് ഉണ്ടാകും, മെമ്മറി, പേഴ്സണാലിറ്റി ടെസ്റ്റിംഗ് ഉണ്ടാകും, ടെസ്റ്റ് ഫോർ സോഷ്യൽ ബിഹേവിയർ, ഫാമിലി പത്തോളജി സ്കെയില്, സോഷ്യോമെട്രി, പ്രോബ്ലം ബിഹേവിയർ ചെക്ക് ലിസ്റ്റ്, സ്പാൻ ഓഫ് അറ്റൻഷൻ എക്സ്പെരിമെന്റ്, മെമ്മറി എക്സ്പെരിമെന്റ്. ഇതിലുള്ള ഓരോ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അസസ്മെന്റുകൾ ചിലപ്പോൾ മാറാം. ചില സ്റ്റഡി സെന്ററിനനുസരിച്ച് അവരുടെ അവൈലബിലിറ്റി അനുസരിച്ച് ചില ടെസ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം കേട്ടോ. സോ അതൊക്കെയാണ് നമ്മളുടെ 7 കോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, പഠിക്കാനുള്ള 7 കോഴ്സസ് ഫസ്റ്റ് ഇയറിൽ വരുന്നത്. സോ നമുക്ക് സെക്കൻഡ് ഇയറിന്റെ കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സെക്കൻഡ് ഇയറിന്റെ കാര്യം ഇപ്പോഴും നിങ്ങൾ ബോധപ്പെടേണ്ട ആവശ്യമില്ല. എന്നാൽ നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് പരിചയപ്പെടാം, അത്രേ ഉള്ളൂ. അപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഗ്രൂപ്പ് എ ക്ലിനിക്കൽ സൈക്കോളജി ആണ്, ഗ്രൂപ്പ് ബി കൗൺസിലിംഗ് ആണ്, ഗ്രൂപ്പ് സി ഇൻഡസ്ട്രിയൽ ആൻഡ് ഓർഗനൈസേഷൻ. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യേണ്ടതായിട്ട് വരും സെക്കൻഡ് ഇയറിൽ.
ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ ക്ലിനിക്കൽ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ ഉണ്ടാവും? അതിൽ പിന്നെ നമുക്ക് സൈക്കോപാത്തോളജി, സൈക്കോ ഡയഗ്നോസ്റ്റിക്സ്, സൈക്കോതെറാപ്യൂട്ടിക് മെത്തേഡ്സ്, പിന്നെ പ്രാക്ടിക്കൽ, ഇന്റേൺഷിപ്പ്, പ്രൊജക്ട്. ഈ പ്രാക്ടിക്കൽ, ഇന്റേൺഷിപ്പ്, പ്രൊജക്ട് എന്ന് പറയുന്നത് എല്ലായിടത്തും വരും. ഇതിൽ ബാക്കിയുള്ള 3 നമ്മളുടെ സ്പെഷ്യലൈസേഷൻ അനുസരിച്ച് മാറും. അങ്ങനെയാണ് ഉണ്ടാവുക. സോ അതെന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ക്ലിനിക്കലി ബേസ്ഡ്, സൈക്കോപാത്തോളജി ബേസ്ഡ്, സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിന് ആയിരിക്കും നമ്മൾ കൂടുതലായിട്ട് പഠിക്കേണ്ടാവുക. അതിന്റെ കോഴ്സസ്, അതിന്റെ ട്രീറ്റ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ പഠിക്കുന്നുണ്ടാവുക. അബ്നോർമൽ സൈക്കോളജിയാണ് കുറച്ചുകൂടി സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കുന്നുണ്ടാവുക. സോ അതില് ഈ 3 തിയറി പേപ്പേഴ്സ് ആണ് വരുന്നത്. സൈക്കോപാത്തോളജിയും, സൈക്കോ ഡയഗ്നോസ്റ്റിക്സും, സൈക്കോ തെറാപ്യൂട്ടിക് മെത്തേഡ്സും. ഓരോന്നിനും 4 ക്രെഡിറ്റ് വീതമാണ് വരുന്നത്. ഓക്കെ. ദെൻ ഒരു പ്രാക്ടിക്കൽസ് ഉണ്ടാവും. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റഡി സെന്ററിൽ പോയിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടി വരുന്ന ഒരു പ്രാക്ടിക്കലാണ് ഉണ്ടാവുക. പിന്നെ ഇന്റേൺഷിപ്പ് നമ്മൾ പുറത്ത് പോയി ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലിനിക്കിലോ ഇൻസ്റ്റിറ്റ്യൂഷനിലോ ഒരു ഹോസ്പിറ്റലിലോ ക്ലിനിക്കിലാണെങ്കിൽ പോയിട്ട് നമ്മൾ 240 hours അവിടെ കംപ്ലീറ്റ് ചെയ്തിട്ട് കേസസ് ഒക്കെ എടുത്ത് ഒരു 10 കേസസിന്റെ കേസ് ഹിസ്റ്ററിയും മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ ഒക്കെ എടുത്തിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഒരു പ്രൊജക്റ്റും ഉണ്ടാവും. പ്രൊജക്ട് എന്ന് പറയുമ്പോൾ പിന്നെ നമ്മുടെ റിസർച്ച് സ്റ്റഡിയുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. പ്രൊജക്ട് ഗൈഡ് ഉണ്ടാവും നിങ്ങൾക്ക് സ്റ്റഡി സെന്ററിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. അവരുമായിട്ട് അവരെ ഹെൽപ്പ് എടുത്തിട്ട് ഒരു പ്രൊജക്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സോ അതാണ് ക്ലിനിക്കൽ സൈക്കോളജിയിൽ വരാം. ഇനി കൗൺസിലിംഗിലാണ് വരുന്നതെങ്കിൽ കൗൺസിലിംഗിൽ കുറച്ചുകൂടി കൗൺസിലിംഗ് സൈക്കോളജി, അതുപോലെ അസസ്മെന്റ് ഇൻ കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ്, ഇന്റർവെൻഷൻസ് ഇൻ കൗൺസിലിംഗ്, പിന്നെ പ്രാക്ടിക്കം, ഇന്റേൺഷിപ്പ്, പ്രൊജക്ട്. അഥവാ കൗൺസിലിംഗുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ ഒരു തിയറീസ്, അതിന്റെ പ്രൊസീജിയേഴ്സ്, കൗൺസിലിംഗിന്റെ സ്റ്റെപ്സ്, പ്രോസസ്സ്, ഇതൊക്കെ ആയിരിക്കും പഠിക്കുന്നുണ്ടാവുക കുറച്ചുകൂടി. ഓക്കെ. അതിൽ വരുന്ന തിയറി പേപ്പേഴ്സ് ആണ് കൗൺസിലിംഗ് സൈക്കോളജി, അസസ്മെന്റ് ഇൻ കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ്, ഇന്റർവെൻഷൻസ് ഇൻ കൗൺസിലിംഗ്. ഇതിനെല്ലാം 4 ക്രെഡിറ്റ്സ് ആണ് നേരത്തെ പറഞ്ഞ പോലെ. ബാക്കിയെല്ലാം സെയിം ആയിരിക്കും. പ്രാക്ടിക്കൽസും ഇന്റേൺഷിപ്പും. ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് കൗൺസിലിംഗിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്കൂളിലായിരിക്കും, അല്ലെങ്കിൽ പ്രൈവറ്റ് ക്ലിനിക്ക്, അല്ലെങ്കിൽ കറക്ഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെ ഇപ്പം ചൈൽഡ് കെയർ എന്നുള്ള രീതിയിൽ വരുന്നില്ലേ, അങ്ങനെയുള്ളിടത്തൊക്കെ ആയിരിക്കും നമുക്ക് ഇന്റേൺഷിപ്പിന് പോകേണ്ടി വരിക. ഓക്കെ. സോ അതാണ് നമ്മളുടെ കൗൺസിലിംഗ് സൈക്കോളജി എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സമയത്ത് അതിൽ ഓർഗനൈസേഷണൽ ബിഹേവിയർ വരും, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് വരും, ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റ് വരും, പിന്നെ പ്രാക്ടിക്കം, ഇന്റേൺഷിപ്പ്, പ്രൊജക്ട്. ഇങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ സെക്കൻഡ് ഇയർ പോകുന്നുണ്ടാവുക. ഓക്കെ. സോ അങ്ങനെ സെക്കൻഡ് ഇയറും കൂടി കഴിയുന്ന സമയത്ത് ടോട്ടൽ 32 ക്രെഡിറ്റ്സ് ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവുക സെക്കൻഡ് ഇയറിൽ. ഓക്കെ. നമ്മൾ ഫസ്റ്റ് ഇയർ ഒന്ന് നോക്കി, സെക്കൻഡ് ഇയറും ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രോഗ്രാം കംപ്ലീഷൻ അഥവാ പ്രോഗ്രാം, നമുക്ക് ഈ ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വേറെ വരുന്ന കുറച്ച് റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് അത് വൈഷ്ണവി മാം പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ ഞാൻ വൈഷ്ണവി മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. ഓവർ ടു യു മാം. സോ നിങ്ങൾക്ക് ഏകദേശം കോഴ്സിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? സോ നമുക്കിനി പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കോഴ്സ് മാത്രം പഠിച്ചാൽ പോരാ, അതിന് എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത് അറ്റൻഡൻസും സബ്മിഷനും ആണ്. ഓക്കെ. രണ്ടാമത് വരുന്നത് അസൈൻമെന്റ്സ്, മൂന്നാമത് വരുന്നത് നിങ്ങളുടെ TEE അതായത് ടേം ആൻഡ് എക്സാമിനേഷൻ, നാലാമത് വരുന്നത് ഇവാലുവേഷനും ഗ്രേഡിങ്ങും. ഓക്കെ. സോ നമുക്ക് ഇത് എന്താണെന്നുള്ളത് എല്ലാം ഒന്ന് നോക്കാം. അടുത്ത സ്ലൈഡ് ഞാൻ മാറ്റുന്നുണ്ട്. പോയില്ല. അടുത്ത ഓക്കെ. സോ ഫസ്റ്റ് നമ്മൾ അറ്റൻഡൻസ് ആൻഡ് സബ്മിഷൻസ് ആണ്. അതായത് നിങ്ങളുടെ SLM ഉണ്ടല്ലോ, അതായത് SLM എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ. നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് വീഡിയോന്റെ തൊട്ട് താഴെയായിട്ട് കാണാൻ പറ്റും SLM എന്ന് പറഞ്ഞിട്ട് അല്ലെ. SLM സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ. അതായത് ഇഗ്നോന്റെ ടെക്സ്റ്റ് ബുക്കിനാണ് നമ്മൾ SLM എന്ന് പറയുന്നത്. SLM പഠിക്കലാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം. നമ്മുടെ വീഡിയോസ് കാണുക, SLM പഠിക്കുക, പോയിട്ട് എക്സാം എഴുതുക. ഓക്കെ. സോ അതാണ് ഈ പറഞ്ഞ അറ്റൻഡൻസ് ആൻഡ് സബ്മിഷൻസിൽ എക്സാമിന്റെ ഒരു രീതിയിൽ വരുന്ന ഒരു കാര്യം. പിന്നെ അറ്റൻഡൻസിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രാക്ടിക്കൽ ക്ലാസ്സസ് ഉണ്ടാവും നിങ്ങൾക്ക്. ഇപ്പൊ നേരത്തെ മാം പറഞ്ഞ പോലെ തന്നെ പ്രാക്ടിക്കലിന് ഇത്ര ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്നലെ കണ്ടല്ലോ, ഈ ക്ലാസ്സിൽ കണ്ടല്ലോ. അപ്പൊ അത് പ്രാക്ടിക്കൽസിന് നിങ്ങൾ പോയിട്ട് അറ്റൻഡ് ചെയ്യണം. കോൺടാക്ട് ക്ലാസ്സസ് എന്നാണ് അതിന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് 2-3 ദിവസത്തെ പ്രാക്ടിക്കൽ ക്ലാസ്സസ് ഉണ്ടാകും. സ്റ്റഡി സെന്റർ നിങ്ങൾക്ക് അറിയിക്കും ഇന്ന സമയത്ത് ഇന്ന ദിവസമാണ് ക്ലാസ് ഉള്ളത് എന്നുള്ളത്. നിങ്ങൾക്ക് ഒരു 1 month മുമ്പ് തന്നെ ഒരു നോട്ടീസ് തരും അവര്. അപ്പൊ നിങ്ങൾ പുറത്തുള്ള
ആൾക്കാരൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ആ അറ്റൻഡൻസ് ആണ് ഇവിടെ മാൻഡേറ്ററി ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. 100% അറ്റൻഡൻസ് വേണം. ഓക്കെ, സോ അപ്പോൾ ആ 100% അറ്റൻഡൻസ് ആണ് നമുക്ക് വേണമെന്ന് പറയുന്നത്. ഹന ബാക്കോട്ടേക്ക്. അപ്പോൾ ആ അറ്റൻഡൻസ് ആണ് അവിടെ മാൻഡേറ്ററി ആണ് എന്ന് പറയുന്നത്, കമ്പൽസറി ആണ്. അപ്പൊ അറ്റൻഡൻസ് 100% പ്രാക്ടിക്കൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് TE എക്സാം എഴുതാൻ പറ്റുള്ളൂ. TE എക്സാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാസ്റ്റത്തെ ആനുവൽ എക്സാം എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, ആൻഡ് ഇന്റേൺഷിപ്പിന്റെ വേറൊരു സംഭവം കൂടി നിങ്ങൾക്ക് വരുന്നുണ്ട് അല്ലെ. ഇന്റേൺഷിപ്പ് സെക്കൻഡ് ഇയർ ആണ് വരുന്നത്. മാം പറഞ്ഞ പോലെ തന്നെ ഇന്റേൺഷിപ്പും ഈ പറഞ്ഞ പോലെ മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് നമുക്ക് 240 മണിക്കൂറാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്. ഇൻ ദ സെൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി സെന്റർ ഒരു സെറ്റ് ഓഫ് റൂൾസ് തരും, എത്ര ഇതിലാണ് വർക്ക് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഇന്ന ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ അവരൊരു സെറ്റ് ഓഫ് ലിസ്റ്റ് തരും നിങ്ങൾക്ക്. ആ ലിസ്റ്റിൽ നിന്ന് നിങ്ങൾ തെരഞ്ഞെടുത്തിട്ട് വേണം ഇന്റേൺഷിപ്പിലൊക്കെ ചെയ്യാനായിട്ട്. പക്ഷെ അത് മാൻഡേറ്ററി ആണ്. 240 അവേഴ്സ് നിങ്ങൾ വർക്ക് ചെയ്യണം. വർക്ക് ചെയ്തിട്ട് അതിന്റെ റിപ്പോർട്ടൊക്കെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം സ്റ്റഡി സെന്ററിൽ. സബ്മിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഇത് കൂടാണ്ട് നമുക്ക് പ്രോജക്ട് വർക്കിന്റെയും കാര്യം വരുന്നുണ്ട്. അത് ഓൾട്ടർനേറ്റീവ് ആണ്. വേണമെങ്കിൽ അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജിക്ക് പകരം പ്രൊജക്ട് എടുക്കാം. പ്രൊജക്ട് എടുത്താലും ഈ പറയുന്ന പോലെ പ്രോജക്റ്റിന്റെ ഗൈഡിനെ വിളിക്കുക, ഗൈഡിനെ കാണുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡേറ്റ കളക്ഷന് വേണ്ടി നിങ്ങൾ പുറത്തിറങ്ങേണ്ടി വരും. സോ അതിനൊക്കെ അറ്റൻഡൻസ് ഉണ്ട് ഈ പറഞ്ഞ പോലെ. അപ്പൊ അതും മാൻഡേറ്ററി ആണ്. സോ ഈ കാര്യങ്ങളിലെല്ലാം വരുന്നതാണ് അറ്റൻഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അസൈൻമെന്റ്സിലോട്ട് പോവാം. അസൈൻമെന്റ്സ് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 6 സബ്ജക്റ്റ് ആണ് ഫസ്റ്റ് ഇയറിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ ആ 6 സബ്ജക്റ്റിനും ഓരോ അസൈൻമെന്റ് വീതം 6 അസൈൻമെന്റ് ആണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നിങ്ങളുടെ കോഴ്സ് ഇപ്പൊ ജൂണിൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെപ്റ്റംബർ 30 അല്ലെങ്കിൽ ഒക്ടോബർ 30, ഓക്കെ, ഇങ്ങനെയാണ് ഡ്യൂ ഡേറ്റ് വരുന്നത്. ഇതിന് ഉള്ളിൽ നമുക്ക് സെപ്റ്റംബർ 30 തന്നെ എടുക്കാം. എക്സ്റ്റൻഷന്റെ കാര്യം നമുക്ക് ഇപ്പൊ നോക്കേണ്ട കാര്യമില്ല. സെപ്റ്റംബർ 30 എടുത്തു കഴിഞ്ഞാൽ സെപ്റ്റംബർ 30 എന്നുള്ളൊരു ദിവസം ഉണ്ടെങ്കിൽ അതിനുള്ളിൽ നിങ്ങൾ ഈ പറഞ്ഞ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യണം. അസൈൻമെന്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാന്ന് വെച്ചാൽ അവരൊരു ക്വസ്റ്റ്യൻ പേപ്പർ റിലീസ് ചെയ്യും. ആ പേപ്പറിൽ മാർക്ക് അനുസരിച്ചിട്ട്, അതായത് ഷോർട്ട് ആൻസറും ഉണ്ടാവും, ലോങ് ആൻസർ ക്വസ്റ്റ്യൻസും ഉണ്ടാവും. ക്വസ്റ്റ്യൻസിന് മാർക്ക് അനുസരിച്ച് നിങ്ങൾ ഹാൻഡ് റിട്ടൺ, അതായത് എഴുതി A4 ഷീറ്റിൽ എഴുതി മാർജിൻ ഒക്കെ വരച്ചിട്ടാണ് നിങ്ങൾ ഇഗ്നോന്റെ സ്റ്റഡി സെന്ററിൽ ഡ്യൂ ഡേറ്റിന് മുമ്പ് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, എപ്പോഴും ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി, അതായത് ഒരു എക്സ്ട്രാ കോപ്പി നിങ്ങൾ സോഫ്റ്റ് കോപ്പി നിങ്ങൾ സ്കാൻ ചെയ്ത് എടുക്കണം എന്നില്ല. ഫോണിൽ സ്കാൻ ചെയ്തിട്ട് നിങ്ങൾ ഫോണിൽ കയ്യിൽ വെച്ചാൽ മതി. എല്ലാ അസൈൻമെന്റും ഒരു കോപ്പി കയ്യിൽ വെക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇൻ കേസ് സ്റ്റഡി സെന്ററിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മിസ്പ്ലേസ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കോപ്പി സബ്മിറ്റ് ചെയ്താൽ മതി, അവർ മാർക്ക് തരും. ഓക്കെ, ആൻഡ് രണ്ടാമത് അക്നോളജ്മെന്റ് റെസിപ്റ്റ് ആണ്. നമ്മൾ സ്റ്റഡി സെന്ററിൽ പോകുന്ന സമയത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരൊരു റെസിപ്റ്റ് തരും. അതും എല്ലാ സ്റ്റഡി സെന്ററൊന്നും റെസിപ്റ്റ് തരില്ല. അവർ തരുന്ന സ്റ്റഡി സെന്റേഴ്സ് റെസിപ്റ്റ് തരും. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ അസൈൻമെന്റ് കോപ്പി കയ്യിൽ എടുത്ത് വെക്കണം, നിങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു പ്രൂഫിന് വേണ്ടിയിട്ട്. ഓക്കെ, ആൻഡ് ഇത് നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സ്, അതായത് ഇഗ്നോന്റെ അക്കാഡമിക് കൗൺസിലേഴ്സ് ആണ് നിങ്ങളുടെ അസൈൻമെന്റ്സ് ഇവാലുവേറ്റ് ചെയ്യുന്നതും. 1 മാസം അല്ലെങ്കിൽ 2 മാസം എന്നുള്ളൊരു കണക്കാണ് അവർ പറയാറ്. പക്ഷെ അത്രയൊന്നും ലേറ്റ് ആവാറുണ്ട്. സാധാരണ 3-4 മാസമൊക്കെ പിടിക്കാറുണ്ട് അസൈൻമെന്റിന്റെ റിസൾട്ട് വരാനായിട്ട്. ആൻഡ് വൺസ് അസൈൻമെന്റ് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാസത്തിനുള്ളിൽ നിങ്ങളുടെ അതായത് നിങ്ങളുടെ ആനുവൽ എക്സാം ഉണ്ടല്ലോ, നമ്മുടെ അടുത്ത ജൂണിലുള്ള ആനുവൽ എക്സാം വരും. ഓക്കെ, സോ അസൈൻമെന്റ് സബ്മിഷൻ ഇസ് വെരി നെസസറി ടു റൈറ്റ് ദി എക്സാം. അത് നിങ്ങൾ മനസ്സിൽ വെക്കുക. ആൻഡ് അസൈൻമെന്റ് പാസ്സും ആവണം കേട്ടോ. അസൈൻമെന്റിന് സെപ്പറേറ്റ് പാസ് മാർക്കാണ്. നമുക്ക് സ്കൂളിലെ പോലെ ഒരുമിച്ചുള്ള പാസ് മാർക്ക് അല്ല. അസൈൻമെന്റിനും പാസ് ആവണം, നിങ്ങൾ തിയറി പേപ്പറിലും പാസ് ആവണം. ഓക്കെ, സോ അസൈൻമെന്റിന് നിങ്ങൾക്ക് 35% ആൻഡ് എബോവ് മാർക്കാണ് വേണ്ടത്. എന്നാൽ മാത്രമേ നിങ്ങൾ മൊത്തത്തിൽ ടോട്ടൽ വരുമ്പോൾ നിങ്ങൾ പാസ് ആവുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ടേം ആൻഡ് എക്സാമിനേഷനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ആദ്യം അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാം 2 മാസത്തിനുള്ളിൽ വരും. അതിനെയാണ് നമ്മൾ TEE എന്ന് പറയുന്നത്. ആൻഡ് ഇത് ജൂണിലും ഡിസംബറിലും ആണ് വരുന്നത്. നിങ്ങൾക്ക് ജൂൺ ബാച്ചിലായിരിക്കും അടുത്ത TE വരുന്നുണ്ടാവുക. ഓക്കെ, ആൻഡ് അത് എഴുതി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ TEക്ക് മുമ്പ് ഒരു മാസം അല്ലെങ്കിൽ ഒരു 10-15 ദിവസങ്ങൾക്ക് മുമ്പൊക്കെ നമുക്കൊരു പോർട്ടൽ ഓപ്പൺ ആവും. ആ പോർട്ടൽ വഴി നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നിങ്ങളുടെ അടുത്തുള്ള എക്സാം സെന്റർ നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് വീക്കിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അടുത്തുള്ള എക്സാം സെന്ററിൽ കിട്ടുള്ളൂ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സെന്ററിന്റെ ഒക്കെ സീറ്റ് അവൈലബിൾ ആയിരിക്കില്ല. അപ്പൊ നിങ്ങൾക്ക് ലോങ് ആയിട്ടുള്ള സ്ഥലത്തൊക്കെയാണ് കിട്ടുക. അതുകൊണ്ട് ഫസ്റ്റ് വീക്കിന് എല്ലാവരും എക്സാം രജിസ്റ്റർ ചെയ്യാൻ നോക്കണം. ഓക്കെ, ആൻഡ് വൺസ്
എക്സാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രാക്ടിക്കലിന്റെ എക്സാം ഉണ്ടാവും. പ്രാക്ടിക്കലിൽ നിങ്ങളെ കൊണ്ട് ഈ പറഞ്ഞ പോലെ റെക്കോർഡ് ചെയ്തിരിക്കും. മീൻസ് പ്രാക്ടിക്കൽ ക്ലാസ്സസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്താനുണ്ടാവും പ്രാക്ടിക്കലിന്റെ. അതുപോലെ തന്നെ പ്രാക്ടിക്കലിന്റെ ക്ലാസ്, പ്രാക്ടിക്കലിന്റെ എക്സാം, പ്രാക്ടിക്കലിന്റെ വൈവ ഇതൊക്കെ ഉണ്ടാവും. അതിന് കൂടെ സെക്കൻഡ് ഇയറിൽ ഇന്റേൺഷിപ്പിന്റെ വൈവ ഉണ്ടാകും, പ്രോജക്റ്റിന്റെ വൈവയും ഉണ്ടാവും. നിങ്ങൾ ഇതൊക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. ആൻഡ് പ്രാക്ടിക്കലിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരു സബ്ജക്റ്റിനെ കൂടെ കൊണ്ടുപോകണം. അതായത് നിങ്ങൾക്ക് ഈ പ്രാക്ടിക്കൽ ചെയ്ത് കാണിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരാൾ നിങ്ങളുടെ കൂടെ നിങ്ങൾ കൊണ്ടുപോകണം പ്രാക്ടിക്കലിന് വേണ്ടിയിട്ട്. അത് നിങ്ങളുടെ കസിൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ആരെങ്കിലും കൊളീഗ്സോ ആരായാലും മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ഒരാളെ കൂടെ കൊണ്ടുപോകണം. അവരിലായിരിക്കും നമ്മൾ പ്രാക്ടിക്കൽ ചെയ്ത് കാണിക്കേണ്ടി വരിക. ഓക്കെ. ആൻഡ് ഇതിലും ടിയിലും പാസ് മാർക്ക് ഉണ്ട്. 30, 35 അങ്ങനെയാണ് വരുന്ന പാസ് മാർക്ക് നമുക്ക്. സോ രണ്ടിലും അസൈൻമെന്റിലും പാസ് മാർക്ക് വേണം, എക്സാമിൽ തിയറിയിലും പാസ് മാർക്ക് വേണം നമുക്ക് കേട്ടോ. വൺസ് ഫെയിൽ ആയി കഴിഞ്ഞാൽ എന്താണ് അടുത്ത ഓപ്ഷൻ എന്നുണ്ടെങ്കിൽ, ഫെയിൽ ആയാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് അടുത്ത ഡിസംബറിൽ, അതായത് ജൂൺ കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത ഡിസംബറിൽ തന്നെ നമുക്ക് വീണ്ടും എഴുതിയെടുക്കാൻ പറ്റും. ആ സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ പോർട്ടൽ ഓപ്പൺ ആവും. അപ്പൊ ആ ഫെയിൽ ആയിട്ടുള്ള എക്സാം നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യുക, അത് എഴുതിയെടുക്കുക, അത്രേ ഉള്ളൂ. അസൈൻമെന്റ് വൺസ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വെക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. നിങ്ങൾക്ക് എക്സാം വീണ്ടും വീണ്ടും എഴുതിയെടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നെക്സ്റ്റ്. സോ ഇവാലുവേഷൻ ആൻഡ് ഗ്രേഡിംഗ് സിസ്റ്റം വെച്ച് നോക്കുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ MA സൈക്കോളജിയിൽ നമ്മൾ രണ്ട് ഇവാലുവേഷൻ ആയിട്ടാണ് വരുന്നത്. ഒന്ന് കണ്ടിന്യൂസ് ഇവാലുവേഷൻ, ഈ അസൈൻമെന്റ്സ്, പിന്നെ നമ്മൾ നേരത്തെ നോക്കിയ പോലത്തെ കാര്യങ്ങൾ. ആൻഡ് രണ്ടാമത്തത് തിയറി എക്സാം ആണ്, അതായത് ടേം ആൻഡ് എക്സാമിനേഷൻ TE ആണ് കേട്ടോ വരുന്നത്. ഇതാണ് ഇവാലുവേഷൻ ആൻഡ് ഗ്രേഡിംഗ് സിസ്റ്റം വരുന്നത്. ആൻഡ് ഇതിൽ മേജർലി നമുക്ക് തിയറി കോഴ്സസ് ഉണ്ട്, നിങ്ങൾ പഠിക്കുന്ന തിയറി പേപ്പർ ഉണ്ട്, പ്രാക്ടിക്കൽ ഉണ്ട്, ഇന്റേൺഷിപ്പ് ഉണ്ട്, പ്രോജക്റ്റ് ഉണ്ട്. പ്രോജക്റ്റ് എല്ലാവർക്കും കാണില്ല. നിങ്ങൾ സെക്കൻഡ് ഇയർ പ്രോജക്റ്റ് ചൂസ് ചെയ്താൽ മാത്രമേ പ്രോജക്റ്റ് കാണുള്ളൂ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് തിയറി പേപ്പർ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഓക്കെ. ആൻഡ് ഫൈനൽ റിസൾട്ട് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടിലും പാസ് മാർക്ക് വേണം. നമ്മുടെ ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റ് TMA അസൈൻമെന്റ്സിന് 30% മിനിമം വേണം മാർക്ക്. അങ്ങനെയാണെങ്കിലേ പാസ് ആവുള്ളൂ. ആൻഡ് നിങ്ങളുടെ തിയറിയിൽ 70% നിങ്ങൾക്ക് പാസ് മാർക്ക് വേണം. ഓക്കെ. സോ ഫൈനൽ റിസൾട്ട് വരുമ്പോൾ 50-50 ആണ്. നിങ്ങളുടെ ഇന്റേണൽ അസസ്മെന്റും എക്സ്റ്റേണൽ അസസ്മെന്റും കൂടി വരുമ്പോൾ 50-50 ആയിട്ടാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് വരുന്നത്. ഇത് പ്രാക്ടിക്കലിന്റെ ആണ് കേട്ടോ. ഇന്റേൺഷിപ്പ് വരുന്ന സമയത്ത് വീണ്ടും 30-30-30 എന്ന് പറഞ്ഞിട്ടാണ് ഇന്റേൺഷിപ്പ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതിന് 30. പിന്നെ നിങ്ങളുടെ ഏത് ഹോസ്പിറ്റൽസിലാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അവരൊരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും, അതിൽ 30. ആൻഡ് പിന്നെ നിങ്ങളുടെ സ്റ്റഡി സെന്റർ നിങ്ങളുടെ ഇന്റേൺഷിപ്പ് കേസ് റിപ്പോർട്ട് ഒക്കെ വായിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു മാർക്ക് ഇടും, അതും 40% വെയിറ്റേജിലാണ് ഇടുക. ഓക്കെ. സോ 30-30 ആണ് വരുന്നത്. മാം എക്സ്ക്യൂസ് മീ, ലാസ്റ്റ് ഞാൻ ഇതൊന്ന് പറഞ്ഞു തരുന്നോട്ടെ, ലാസ്റ്റ് ഡൗട്ട് ചോദിക്കാമേ. ഗ്രേഡിംഗ് സിസ്റ്റത്തിലേക്ക് വരുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് നമ്മൾ ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇഗ്നോയിലും ഒരു ഗ്രേഡിംഗ് സിസ്റ്റം ഉണ്ട്. ഫസ്റ്റ് ക്ലാസ് വരുന്നത് 60 ആൻഡ് എബോവ്, സെക്കൻഡ് ക്ലാസ് 50-59, തേർഡ് 40-49 ആൻഡ് ഫെയിൽ ബിലോ 40 ആണ് ഫെയിൽ എന്ന് പറയുന്നത്. ഇത് മൊത്തത്തിലാണ്, അതായത് നിങ്ങളുടെ തിയറി പേപ്പർ, നിങ്ങളുടെ അസൈൻമെന്റ്, നിങ്ങളുടെ ഇന്റേൺഷിപ്പ്, അതായത് ബോത്ത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഇവാലുവേഷൻ എല്ലാം കൂടി കൂട്ടി ചേർത്തിട്ടുള്ള ഓവറോൾ ഗ്രേഡ് കാർഡിലുള്ള നിങ്ങളുടെ പെർസെൻറ്റേജ് എത്രയാണോ അതനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫസ്റ്റ് ഡിവിഷൻ, സെക്കൻഡ് ഡിവിഷൻ, തേർഡ് ഡിവിഷൻ കിട്ടുന്നത് കേട്ടോ. സോ ഇതാണ് നമ്മുടെ ഗ്രേഡിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് വി ആർ ഡൺ വിത്ത് സിലബസ് ഡീകോഡിംഗ് ഓഫ് MA സൈക്കോളജി. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ മാം, ഇന്റേൺഷിപ്പിന്റെ കാര്യം പറഞ്ഞല്ലോ, അത് ഇപ്പം എങ്ങനെയാണ് അത് മുൻകൂട്ടി തന്നെ അതിന്റെ ഡേറ്റ് പറയോ? അപ്പം എബ്രോഡുള്ള ആളുടെ കേസാണ് ചോദിക്കുന്നത്. ഇന്റേൺഷിപ്പ് നിങ്ങൾക്ക് സെക്കൻഡ് ഇയറേ ഉള്ളൂ, ഫസ്റ്റ് ഇയർ ഇല്ല. ഓക്കെ. സെക്കൻഡ് ഇയർ ആണെങ്കിലും ഇപ്പം എക്സാമിനോട് കൂടെയാണ്, അങ്ങനെ എങ്ങനെയാണ് അതിന്റെ? ഇന്റേൺഷിപ്പിന് അവരൊരു ടൈം തരികയാണ് ചെയ്യുക, നിങ്ങൾ ആ ടൈമിന്റെ ഉള്ളിൽ ഇന്റേൺഷിപ്പ് ചെയ്ത് തീർക്കണം, അങ്ങനെയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇത്ര മന്തിന്റെ ഉള്ളിൽ ഇത്ര മന്ത് അങ്ങനെയാണോ? അങ്ങനെയാണ്. യെസ്. അപ്പൊ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പിന്റെ റിപ്പോർട്ട് വെക്കുന്നത് അസൈൻമെന്റ്സിന്റെ ഒക്കെ കൂടെ ആയിരിക്കും നിങ്ങൾക്ക് ഇന്റേൺഷിപ്പിന്റെ റിപ്പോർട്ട് വെക്കാനുണ്ടാവുക. ആ റിപ്പോർട്ട് വെക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്യേണ്ടി വരും. ഓക്കെ ഫൈൻ. പറഞ്ഞോളൂ. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ്. ഞാൻ ഈ ക്രെഡിറ്റ്സിനെ കുറിച്ചാണ് ചോദിക്കുക. ഞാൻ അത് ഒരു പാട്ട് കേട്ടില്ലായിരുന്നു. ക്രെഡിറ്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നാൽ മതി, ബാക്കിയെല്ലാം ക്ലിയർ ആണ്.
ഹന ഒന്ന് പറഞ്ഞു കൊടുക്കോ? ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പം പറയുകയാണെങ്കിൽ സാധാരണ നമ്മൾ പോയി എടുത്ത് ഓരോ ക്ലാസ് പഠിച്ച് എക്സാം എഴുതി കഴിയുന്ന സമയത്ത് ഇത്ര ക്രെഡിറ്റ്സ് ഇപ്പം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്ന എക്സാം അത് അതിന്റെ എക്സാം എഴുതി നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ ആ 4 ക്രെഡിറ്റ്സ് കോഗ്നിറ്റീവ് സൈക്കോളജിക്ക് 4 ക്രെഡിറ്റ് ആണ്. ആ ക്രെഡിറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. എക്സാം എഴുതിയിട്ടില്ലെങ്കിൽ നമ്മൾ 4 ക്രെഡിറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. സോ 32 ക്രെഡിറ്റ് ടോട്ടൽ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ ഫസ്റ്റ് ഇയർ പാസ്സായി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ. അതല്ലാണ്ട് അറ്റൻഡൻസ് പോലെ വീഡിയോ വാച്ച് ചെയ്യുന്ന അങ്ങനെ നമ്മൾ എക്സാം എഴുതി പാസ്സാകുന്നതിനെയാണ് അത് പറയുന്നത്. നമുക്ക് അറ്റൻഡൻസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡെയിലി പോയി വന്ന് അങ്ങനെ ഒരു പരിപാടി ഇല്ലല്ലോ. അപ്പൊ അതിന് പകരം നമുക്കുള്ളതാണ് ഈ ക്രെഡിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ഇയർ പ്രാക്ടിക്കൽസ് ഉണ്ടോ? ഫസ്റ്റ് ഇയർ ഉണ്ട്. ഫസ്റ്റ് ഇയർ ഉള്ളതാണ് ഞാൻ അത് പറഞ്ഞത്. എപ്പോഴാണ് വരുന്നത്? അപ്പൊ നമ്മുടെ ജൂൺ എക്സാം ആവുമ്പോ എപ്പോഴാ വരാ? അത് അവര് ആ സമയത്ത് പറഞ്ഞുതരും. അത് എക്സാം ഒക്കെ കഴിയുമല്ലോ വൈഷ്ണവി മാം. എക്സാം ഒക്കെ കഴിഞ്ഞിട്ടാണ് ഉണ്ടാവുക. കുറെ മുന്നേ തന്നെ ഇൻഫോം ചെയ്യും. ഷജിത, നമുക്ക് ഇപ്പൊ പ്രാക്ടിക്കലിനൊന്നും ഒരു ഡേറ്റ് പറയാൻ പറ്റില്ല കേട്ടോ. കാരണം സ്റ്റഡി സെന്റർ ആണ് പ്രാക്ടിക്കലിന്റെ ഡേറ്റ് ഒക്കെ ചൂസ് ചെയ്യുന്നതും നിങ്ങൾ അറിയിക്കുന്നതും. സോ സ്റ്റഡി സെന്റർ ഒരു ഗ്രൂപ്പ് ഒക്കെ ഫോം ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെയിലായിട്ട് അയച്ചിട്ട് നിങ്ങൾ അറിയിക്കും. കാരണം ഇത് ഫുള്ളി അവരാണ് തീരുമാനിക്കുന്നത്. ഇഗ്നോയ്ക്ക് ഒരു ഡ്യൂ ഡേറ്റ് കൊടുക്കുകയാണ് സ്റ്റഡി സെന്ററിന്. സ്റ്റഡി സെന്റർ അതിന്റെ ഉള്ളിൽ നിങ്ങളുടെ റിസൾട്ട് സബ്മിറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. സോ സ്റ്റഡി സെന്ററിന്റെ ഫ്രീഡം ആണ് നിങ്ങൾക്ക് എപ്പോൾ ക്ലാസ് നടത്തണം എന്നുള്ളത്. സോ അവരുടെ സൗകര്യത്തിന് നിങ്ങൾ അറിയിക്കും. ഒരു 1 month മുമ്പെങ്കിലും നിങ്ങൾ അറിയിക്കും, മെയിലായിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പിലോ. നിങ്ങൾ ആ സമയത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വരാം. പ്രാക്ടിക്കൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കൂടി കുഴപ്പമില്ല. നെക്സ്റ്റ് ബാച്ചിൽ സ്റ്റഡി സെന്റർ നടത്തുന്ന സമയത്ത് അവർ നിങ്ങളെ അലൗ ചെയ്യും. ഓക്കെ. അപ്പൊ ഞാൻ ചോദിച്ചത് ഈ ഇയറിൽ നമ്മുടെ പ്രാക്ടിക്കൽ എപ്പോ വരുന്നല്ല. അപ്പൊ ലാസ്റ്റ് ഇയർ അതായത് ലാസ്റ്റ് ജൂൺ ബാച്ച്, ലൈക്ക് ഈ ജൂണിൽ എക്സാം എഴുതുന്ന ആൾക്കാര് അവർക്ക് എപ്പോഴാണ് വന്നത്? വരുന്നേ ഉള്ളൂ. അവർക്ക് ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ അതിന് നമുക്ക് ഡേറ്റ് അറിയില്ല. അത് സ്റ്റഡി സെന്റർ തീരുമാനിക്കുന്നത്. എക്സാം ഒക്കെ കഴിഞ്ഞു, അവരെ ഇത് വന്നിട്ടില്ല. ഓക്കെ. നമുക്ക് ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് അബ്രോഡ് ഉള്ളവർക്ക് നാട്ടിലെ ഇതിൽ തന്നെ ഇന്റേൺഷിപ്പ് ചെയ്യണമെന്നുണ്ടോ, അതോ ഇവിടെ ഉള്ള എവിടെയെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റുമോ? ഫറ, അത് സ്റ്റഡി സെന്റർ ഒരു ലിസ്റ്റ് തരും. ആ ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും കേട്ടോ. ചില സ്റ്റഡി സെന്റർ ലിസ്റ്റ് നോക്കില്ല, നിങ്ങൾക്ക് പുറത്തും ചെയ്യാം. ചില സ്റ്റഡി സെന്റർ അതിന് അവർക്ക് അബ്രോഡ് ഉള്ള സ്റ്റുഡൻസ് അല്ലേ, അവർക്ക് അബ്രോഡ് ചെയ്യാം, കുഴപ്പമില്ല. അവരുടെ അക്കാഡമിക് കോർഡിനേറ്ററിന്റെ അപ്രൂവൽ കിട്ടിയിരുന്നാൽ മതി. ഓക്കെ, അങ്ങനെയാണോ? പിന്നെ നിങ്ങൾക്ക് ഓൺലൈനും ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. സ്റ്റഡി സെന്റർ തന്നെ ഓൺലൈൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സൗകര്യം ഒരുക്കി തരും. ഇപ്പൊ ഓൺലൈൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ സെക്കൻഡ് ഇയർ അതിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. ഇപ്പൊ അതിനെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടല്ല, ഇപ്പം നമ്മളിവിടെ സെറ്റിൽഡ് ആണ്. അപ്പൊ മോൾക്ക് ഇവിടെ സ്കൂൾ ഉണ്ട്. അപ്പോ എന്തായാലും ഇപ്പൊ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ എക്സാം ആൻഡ് പ്രാക്ടിക്കൽ അങ്ങനെ കണക്കാക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇന്റേൺഷിപ്പിനും കൂടെ എടുക്കാന്ന് പറയുന്നത് അഫോർഡബിൾ അല്ല. കാരണം മോളുടെ വെക്കേഷൻ ടൈമിൽ ആയതുകൊണ്ടാണ് ഞാൻ അന്വേഷിച്ചപ്പോ നമുക്ക് ഒരുപാട് പേര് അബ്രോഡ് ചെയ്യുന്നവരുണ്ട് കേട്ടോ. ഓൺലൈൻ ചെയ്യുന്നവരുണ്ട്, അബ്രോഡ് ചെയ്യുന്നവരുണ്ട് ഇന്റേൺഷിപ്പ്. ജസ്റ്റ് ദാറ്റ് ഓൺലൈൻ ആണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി സെന്ററിന്റെ അണ്ടറിൽ തന്നെ ഓൺലൈൻ ചെയ്യാൻ പറ്റും. അല്ല നിങ്ങൾക്ക് അവിടെ ഏജൻസി ഈ പർഷാന മാം പറഞ്ഞ പോലെ സ്റ്റഡി സെന്ററിന്റെ ഒരു ലെറ്റർ വാങ്ങിച്ച്, അവരുടെ അപ്രൂവൽ ലെറ്റർ വാങ്ങിച്ചിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ മാം. ഓക്കെ, താങ്ക് യു. പ്രാക്ടിക്കൽ ഓൺലൈൻ ചെയ്യാൻ പറ്റുമോ? മാം ഒരു കാര്യം ചോദിച്ചോട്ടെ? ഒരു മിനിറ്റ് കേട്ടോ. പ്രാക്ടിക്കൽ ഓൺലൈൻ ചെയ്യാൻ പറ്റില്ല കേട്ടോ. പ്രാക്ടിക്കൽ നിങ്ങൾ ക്ലാസ്, ഞാൻ പറഞ്ഞില്ല അറ്റൻഡൻസ് മാൻഡേറ്ററി ആണ്. പ്രാക്ടിക്കൽ പോയിട്ട് തന്നെ ചെയ്യണം. ഈ ഫസ്റ്റ് ഇയർ പാസ്സായ മാത്രമേ സെക്കൻഡ് ഇയറിലേക്ക് ചെയ്യാൻ പറ്റുള്ളൂ? ഫസ്റ്റ് ഇയറിലെ പ്രാക്ടിക്കൽ ആണോ പറയുന്നത്? അല്ല, മൊത്തം ഈ ഫസ്റ്റ് ഇയറിലെ ക്രെഡിറ്റും. ഇല്ല അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഹലോ മാം, നമുക്ക് അബ്രോഡ് സ്റ്റഡി സെന്റേഴ്സ് അവൈലബിൾ ആണോ? ഉണ്ട്, അബ്രോഡ് സ്റ്റഡി സെന്റേഴ്സ് അവൈലബിൾ ആണ്. ഷാർജയിൽ ഉണ്ട്, പിന്നെ ദുബായില്, അബുദാബി ഉണ്ടോ? അബുദാബി ഉണ്ട് അല്ലെ അർഷാന? അബുദാബി ഇല്ലേ? അബുദാബി ഉണ്ട്. അബുദാബി, ഷാർജ ഉണ്ട്. ഓക്കെ മാം, അപ്പൊ നമുക്ക് എക്സാംസ് ഒക്കെ ഇവിടുത്തെ സ്റ്റഡി സെന്ററിൽ നിന്ന് അറ്റൻഡ് ചെയ്യാൻ അങ്ങനെ ഒരു സൗകര്യം ഉണ്ടോ? പറ്റും. പക്ഷെ അങ്ങനെ സൗകര്യം ഉണ്ട്. പക്ഷെ നമ്മുടെ പോർട്ടൽ വഴി നിങ്ങൾക്ക് എക്സാമിന് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ സ്റ്റഡി സെന്ററിൽ വിളിച്ച്, അതായത് ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ട് അവിടെ അടുത്തുള്ള സ്റ്റഡി സെന്റർ ഏതാണെന്ന് നോക്കിയിട്ട് അവിടെ പോയിട്ട് നിങ്ങൾ ഫീസ് അടച്ചിട്ട് അവിടെ പോയിട്ട് എഴുതണം. നമ്മുടെ പോർട്ടൽ വഴിയല്ല, തേർഡ് പാർട്ടി ഓർഗനൈസേഷൻ ആണ് നിങ്ങളുടെ പുറത്തുള്ള എക്സാം സെന്റേഴ്സ് ഒക്കെ ഡീൽ ചെയ്യുന്നത്.
അപ്പൊ അതുകൊണ്ട് പക്ഷെ ഓക്കെ അസൈൻമെന്റ് നിങ്ങൾക്ക് നാട്ടിൽ തന്നെ വെക്കണം കേട്ടോ. അസൈൻമെന്റ് നിങ്ങൾക്ക് അവിടെ വെക്കാൻ ഒരു ഓപ്ഷൻ ഓക്കെ ഇല്ല. ഓക്കെ മാം. അപ്പൊ നമുക്ക് അസൈൻമെന്റ്സ് അയച്ചു തരികയും പിന്നെ സ്റ്റഡി സെന്റേഴ്സ് ഇപ്പം ഇവിടെ നമുക്ക് നേരിട്ട് പോയി ചെയ്യുകയാണെങ്കിൽ എളുപ്പമാണല്ലോ. ഇപ്പം നേരെ നാട്ടിലേക്ക് പോകേണ്ട എളുപ്പമാണ്. ആവശ്യം വരുന്നില്ലല്ലോ. അതെ, ഓക്കെ, പക്ഷെ അങ്ങനെ ചെയ്യാം. ക്വൈറ്റ് എക്സ്പെൻസീവ് ആണ് കേട്ടോ അതിര. ഓക്കെ, ബട്ട് എന്റെ ബേബി വളരെ കുഞ്ഞിതാണ്, സോ ഞാൻ മനസ്സിലായി, അതുകൊണ്ട് ചോദിച്ചു. ഓക്കെ കുഴപ്പമില്ല. ഇഫ് യു ആർ ഓക്കെ വിത്ത് പ്രശ്നമില്ല. എക്സ്പെൻസീവ് ഇൻ ദ സെൻസ് നിങ്ങൾക്ക് 8 പേപ്പറും കൂടി വരുമ്പോൾ അല്ലെങ്കിൽ 6 പേപ്പറും കൂടി വരുമ്പോൾ നിങ്ങൾക്ക് ഒരു 40,000 ഒക്കെ ഏകദേശം അടുത്ത് വരും. പ്ലസ് നിങ്ങൾക്ക് അതിന്റെയൊക്കെ പ്ലസ് വരുമായിരിക്കും ചിലപ്പോ. അതേപോലെ പുറത്തുള്ള സ്റ്റഡി സെന്റേഴ്സിൽ ഇയർലി ഒക്കെയാണ് എക്സാംസ് നടക്കുന്നത്. ഈ നമ്മുടെ ഒരു വർഷം 2 പ്രാവശ്യം എക്സാംസ് നടക്കുന്ന ഒരു ഫോർമാറ്റ് അല്ല പുറത്തുള്ള സ്റ്റഡി സെന്റേഴ്സിലുള്ളത്. അപ്പൊ നിങ്ങൾ ജൂലൈ ബാച്ചിലെ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അടുത്ത ജൂലൈയിൽ അവിടെ എക്സാം ഉണ്ടാവണമെന്നില്ല. മേ ബി ഡിസംബറിലായിരിക്കും എക്സാം ഉണ്ടാവുക. അത് ഓരോ സ്റ്റഡി സെന്ററിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, എസ്പെഷ്യലി പുറത്തുള്ള കേസിൽ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അവിടുത്തെ സ്റ്റഡി സെന്ററുമായിട്ട് കണക്ട് ചെയ്തിട്ട് അത് എൻക്വയർ ചെയ്യേണ്ടി വരും കേട്ടോ. ഗുഡ് ഈവനിങ് മാഡം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ പ്രാക്ടിക്കലിന് ഹോസ്പിറ്റലുകൾ അതുപോലെയുള്ള സ്ഥലങ്ങൾ, അതിന് പിന്നെ എംപാനൽഡ് ഹോസ്പിറ്റൽസ് ഉണ്ടോ ഇഗ്നോന്? നമ്മുടെ കേരളത്തിൽ അങ്ങനെ വല്ല എംപാനൽ ചെയ്ത ഹോസ്പിറ്റലുകൾ ഉണ്ടോ? അതായത് ഇഗ്നോ ആയിട്ട് ടൈപ്പ് ഉള്ള ചില ഏജൻസികൾ ഉണ്ട്. ഇഗ്നോ തന്നെ ഈ പറഞ്ഞ ഇഗ്നോ അല്ല, നിങ്ങളുടെ സ്റ്റഡി സെന്റർ ആയിട്ട് ടൈപ്പ് ഉള്ള ഏജൻസികൾ ഉണ്ട്. അപ്പൊ ആ സ്റ്റഡി സെന്റർ ആ ഏജൻസി ഏതാന്നുള്ളത് നിങ്ങളടുത്ത് പറയും ഇന്റേൺഷിപ്പ് ചെയ്യുന്ന നിങ്ങൾക്ക് സമയത്ത്. അതിനൊരു ക്ലാസ് ഒക്കെ വെക്കും അതിന് മുന്നേ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞുതരും അത് ഡീറ്റെയിൽ. അത് നിങ്ങളെ അറിയിക്കും. ഇപ്പൊ ടെൻഷൻ അടിക്കണ്ട കേട്ടോ. സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും അവർ തരും. ഓക്കെ, താങ്ക് യു. ഹലോ മാം, പറയൂ ശ്രീലു. നേരത്തെ പറഞ്ഞില്ലായിരുന്നോ പ്രൊജക്ട് മസ്റ്റ് അല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് തിയറി പേപ്പർ ആയിട്ട് ചൂസ് ചെയ്യാൻ? അത് ക്ലിയർ ആയില്ല. അത് ഇത് നമുക്ക് must അല്ലേ അപ്പൊ? പ്രോജക്റ്റിന് പകരം നിങ്ങൾക്ക് ഒരു തിയറി പേപ്പർ എടുക്കാം. സെക്കൻഡ് ഇയറിൽ ചൂസ് ചെയ്യുന്ന സമയത്ത് പ്രോജക്റ്റ് എടുക്കണം എന്ന് കമ്പൽസറി അല്ല ഇപ്പൊ. ഓക്കെ മാം, ആ, ഈ ഓക്കെ. പ്രൊജക്റ്റിലും ഇന്റേൺഷിപ്പ് ഇതിലെല്ലാം ലേൺ വൈസ് എങ്ങനെ ഹെൽപ്പ് ചെയ്യാം? പ്രൊജക്റ്റിലും ഇന്റേൺഷിപ്പിലും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം പ്രൊജക്ട് ലേൺ വൈസ് എന്നല്ല ഗൈഡ് കൊടുക്കുന്നത്. കാരണം നിങ്ങളുടെ ഇഗ്നോന്റെ ആണ് പ്രൊജക്ട് വരുന്നത്. ഇഗ്നോന്നാണ് ഗൈഡ് നിങ്ങൾക്ക് അസൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ ആ ഗൈഡ് അനുസരിച്ചായിരിക്കും പിന്നെ നിങ്ങളുടെ പ്രോജക്റ്റ് മുമ്പോട്ട് പോകുക. അവിടെ ലേൺ വൈസിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, പക്ഷെ അവിടെ ഒരു ഡിഫറൻസസ് ഇൻ ഐഡിയാസ് വരും. കാരണം ഗൈഡ് പറയുന്ന പോലെ ആയിരിക്കും നിങ്ങൾ നിങ്ങളുടെ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പൊ നമ്മളും അവിടെ ഇന്റർഫിയർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ അവിടെ ഗൈഡിന് ഈഗോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ് നിങ്ങളുടെ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ. സോ ബെറ്റർ നിങ്ങൾ ഇഗ്നോ തരുന്നത് നിങ്ങളുടെ സ്റ്റഡി സെന്റർ പ്രൊവൈഡ് ചെയ്യുന്ന ഗൈഡുമായിട്ട് തന്നെ മുന്നോട്ട് പോകാണ് നല്ലത്. ഇന്റേൺഷിപ്പിൽ നമുക്ക് പിന്നെയും നിങ്ങളുടെ കേസ് റിപ്പോർട്ട്സ് കറക്റ്റ് ചെയ്യാറുണ്ട് നമ്മൾ മെന്റേഴ്സ്. അങ്ങനെ കേസ് റിപ്പോർട്ട്സ് കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. മാഡം നേരത്തെ പറഞ്ഞല്ലോ ഈ ക്ലിനിക്കൽ സൈക്കോളജിയും കൗൺസിലിങ്ങും, അതില് ഈ രണ്ടിനും പ്രാക്ടിക്കൽ ഇല്ലേ? ഉണ്ട്, എല്ലാത്തിനും പ്രാക്ടിക്കൽ ഉണ്ട് കേട്ടോ. പ്രാക്ടിക്കൽ നിങ്ങൾക്ക് മസ്റ്റ് ആണ്. ക്ലിനിക്കൽ സൈക്കോളജിക്ക് അടക്കം അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് തിയറി പേപ്പർ മതിയാവോ? ഇല്ല, പ്രാക്ടിക്കൽ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേറെ പേപ്പർ ഒന്നും ഇല്ല കേട്ടോ. പ്രാക്ടിക്കൽ കമ്പൽസറി ആണ്. നേരത്തെ പറഞ്ഞത് മനസ്സിലായില്ല. അത് പ്രോജക്റ്റ് ആണ്. അത് പ്രോജക്റ്റ് ആണ്. ഓക്കെ ഓക്കെ, താങ്ക് യു. പ്രാക്ടിക്കലിന് എന്തിനാ ആരെ കൂട്ടിട്ട് പോകണമെന്ന് പറഞ്ഞില്ലേ? അവരെ എന്ത് ചെയ്യാനാണ് കൂട്ടിട്ട് പോകുന്നത്? അത് നമ്മള് എക്സാമിന് അതായത് നിങ്ങൾ പ്രാക്ടിക്കൽ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടാവാം. നിങ്ങൾ കൂടെ ഉള്ള ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും. നമുക്കിപ്പോ ഒരു ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരാള് അഡ്മിനിസ്റ്റർ ചെയ്യണ്ടേ നമുക്ക് ഒരാളെടുത്തേക്ക്. നമ്മളിപ്പം ഇപ്പം പഠിക്കുന്ന മെഡിക്കൽ സ്റ്റുഡൻസ് ഒക്കെ പ്രാക്ടിക്കൽ ചെയ്യുന്നുണ്ടാവും. അവർക്ക് പേഷ്യൻസ് ഉണ്ടാവില്ലേ? അതുപോലെ നമുക്ക് ഇപ്പൊ മെമ്മറി ടെസ്റ്റ് ആണെങ്കിലും ഇന്റലിജന്റ് ടെസ്റ്റ് ആണെങ്കിലും അഡ്മിനിസ്റ്റർ ചെയ്യാൻ ഒരാൾ വേണ്ടേ? അതിനാണ് നമ്മൾ ഒരാളെ കൂട്ടിട്ട് പോകണം. എക്സാമിന് നമുക്കിപ്പം നമ്മളെ കൂടെ പഠിക്കുന്ന ആൾക്കാരെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ എക്സാമിന് നമുക്ക് ഒരാളെ കൂട്ടിട്ട് പോകേണ്ടി വരും. നമ്മള് ക്ലാസ്സിന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ പറ്റും. പെയറായിട്ട് അപ്പുറം ഒരാൾ നമുക്ക് ഇന്റലിജന്റ് ടെസ്റ്റ് ആണെങ്കിൽ നമുക്ക് അവരെ അടുത്ത് കൊടുക്കാം, അവർക്ക് നമുക്ക് തരാം. എക്സാമിന്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം? നമ്മളെ വീട്ടിലുള്ള ഒരാളെ അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സിനെയോ ഒരാളെ കൂട്ടിയിട്ട് പോകേണ്ടി വരും. സബ്ജക്റ്റ് ആയിട്ട് എടുത്തിട്ട് പോവാം. ലൈക്ക് ഹസ്ബൻഡ് അങ്ങനെ. ഹസ്ബൻഡ് കൂട്ടാലോ, ആരായാലും കുഴപ്പമില്ല. ഒരു സബ്ജക്ട് മതി കേട്ടോ. അതെ. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ്. പറയൂ.
എന്റെ ഡൗട്ട് ഈ പ്രാക്ടിക്കൽസിന്റെ ഇന്റേൺഷിപ്പിന്റെ ഒക്കെ പോലെ തന്നെ എനിക്ക് എക്സാംസ് ജൂണിൽ ഫസ്റ്റ് ഇയർ എക്സാംസ് ജൂണിൽ വരുമെന്നല്ലേ പറഞ്ഞത്. അത് നമുക്ക് ഡിസംബറിൽ ചെയ്യാൻ പറ്റുമായിരിക്കുമല്ലോ ലീവിന്റെ പറ്റും ഇത് പറ്റും വെച്ച് നോക്കിയിട്ട്. പറ്റും. ഓക്കെ. അപ്പൊ സെക്കൻഡ് ഇയറിൽ നമുക്ക് കുഴപ്പമില്ല. സെം സെക്കൻഡ് ഇയർത്തെ റീ രജിസ്ട്രേഷൻ കറക്റ്റ് ആയിട്ട് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ഗ്യാപ്പ് വരും. ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഫ്യൂച്ചറിൽ ഒരു ഗ്യാപ്പ് വന്ന പോലെയാവും. നിങ്ങൾക്ക് പഠിത്തത്തിൽ ഒരു എഡ്യൂക്കേഷണൽ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഇന്റർവ്യൂ ഒക്കെ എടുക്കുന്ന സമയത്ത് ആൾക്കാർ അസ്യൂം ചെയ്യും നിങ്ങൾ ഫെയിൽ ആയതാണെന്നുള്ളത്. അല്ല വേറെ അതായത് നമ്മൾ സെക്കൻഡ് ഇയറിൽ നമുക്ക് വേറെ ഡിലേ ഒന്നും വരില്ലല്ലോ ഇങ്ങനെ എക്സാം? ഇല്ല, നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് എഴുതിയെടുത്താൽ മതി. അതായത് നിങ്ങളുടെ സെക്കൻഡ് ഇയർ എപ്പോഴാണോ കംപ്ലീറ്റ് ചെയ്യുന്നത് അതിനുള്ളിൽ നിങ്ങൾ ഫസ്റ്റ് ഇയർത്തെ സെക്കൻഡ് ഇയർത്തെ എക്സാം എഴുതിയെടുത്താൽ മതി. ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? മാം എല്ലാവർക്കും പ്രൊജക്ട് എന്താണ് ചെയ്യാനുണ്ടാവുക? പ്രൊജക്ട് എന്താണത്? പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ടോപ്പിക്കിൽ സ്റ്റഡി ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് കറക്റ്റ് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ റിസർച്ചിന്റെ പേപ്പർ പഠിക്കുന്നുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്നുണ്ട്. ആ സമയത്ത് അതുകൊണ്ടാണ് നമുക്ക് നിങ്ങൾ കുറച്ചുകൂടി ഫസ്റ്റ് ഇയർ മനസ്സിലാവും. നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ അവിടെ ബേസിക്സ് പഠിക്കുന്നുണ്ട്. ആ ബേസിക്സ് നിങ്ങൾ സെക്കൻഡ് ഇയറിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് പ്രൊജക്ട് ചെയ്യാണ്. മാം അത് നമ്മൾ ഡിഗ്രിക്കൊക്കെ ചെയ്യുന്ന പ്രൊജക്ടിന്റെ അതെ അതേപോലെ അതാണ് അതാണ്. അതെ, ഒരു ഹയർ ലെവൽ, ഡിഗ്രിക്ക് ചെയ്യുന്നതിനെക്കാട്ടും ഒരു ഹയർ ലെവൽ ചെയ്യേണ്ടി വരും. പ്രാക്ടിക്കൽ ക്ലാസ് എത്ര ദിവസം ഉണ്ടാവും? ഒരു വീക്ക് ഒക്കെ ഉണ്ടാവുമോ? ഇല്ല, മാക്സിമം 2 to 4 ക്ലാസ്സസ് ഉണ്ടാവുള്ളൂ. അത് ഈ ശനിയാഴ്ചകളിൽ മാത്രം അങ്ങനെ ഉണ്ടാവുള്ളൂ കേട്ടോ. അടുപ്പിച്ച് കുറവാണ്. സാധാരണ ഒരു ശനി ഞായറുമാണ് വിളിക്കാറ്. അങ്ങനെയാണെങ്കിൽ കുഴപ്പം. ഞാനും പുറത്താണുള്ളത്. അപ്പം 2-3 വീക്സ് വരാൻ പറ്റില്ലല്ലോ. കണ്ടിന്യൂസ് ആണെങ്കിലാണ് എളുപ്പം. അത് പറയും അവര് മുന്നേ എത്ര ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതെന്നുള്ളതെല്ലാം അവര് ലിസ്റ്റ് ഒക്കെ തരും. ഷാജിദ പറയൂ. ഇതില് പ്രോജക്റ്റ് ഇപ്പൊ സംസാരിച്ചില്ലേ, അപ്പൊ പ്രോജക്റ്റും നാട്ടിൽ വന്ന് തന്നെ ചെയ്യണമെന്ന് നിർബന്ധമാണ്? ഇല്ല, അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ റിസർച്ച് എന്താണോ നിങ്ങളുടെ ടോപ്പിക്, നിങ്ങൾക്ക് അത് അബ്രോഡ് ആയാലും നാട്ടിലായാലും ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് ഇപ്പൊ പ്രോജക്റ്റിനെ കുറിച്ച് ഡൗട്ട് വരുന്നത് നിങ്ങൾക്ക് റിസർച്ചിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ്. റിസർച്ച് പഠിച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടും കേട്ടോ എന്താ സംഭവം എന്നുള്ളത്. ഓക്കെ, താങ്ക് യു. മാം ഏകദേശം കോണ്ടാക്ട് ക്ലാസ് ഒക്കെ ഏത് മന്തിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക? ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ സീനിയേഴ്സിന്റെ പ്രാക്ടിക്കൽ ഒന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എക്സാം കഴിഞ്ഞിട്ട് ഒരു 2-3-4 മന്ത്സിന്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ അതും സ്റ്റഡി സെന്ററിന്റെ കയ്യിലാണ്. നമുക്ക് അതിൽ ഇന്റർഫിയർ ചെയ്യാൻ പറ്റില്ല. അവരുടെ ഫ്രീഡം ആണത് എപ്പോഴാണ് നടത്തേണ്ടതെന്നുള്ളതൊക്കെ. പിന്നെ മാം ഇവിടെ അസൈൻമെന്റ് ഡേറ്റിനെ കുറിച്ച് നിങ്ങൾ ഇപ്പൊ സംസാരിച്ചില്ലായിരുന്നു? അത് സെപ്റ്റംബറിൽ, മാക്സിമം സെപ്റ്റംബർ ആയിരിക്കും എന്നുള്ളത്. അതിപ്പോ നമ്മുടെ ഈ ജൂൺ ബാച്ചിന് എപ്പോഴായിരിക്കും? ജൂൺ ബാച്ചിന്റെ കാര്യം ഞാൻ പറഞ്ഞ ജൂൺ ബാച്ചിന് വരുന്നത് സെപ്റ്റംബർ 2024? അല്ല, ജൂൺ ബാച്ചിന് വരുന്നത് മാർച്ച് 30 അല്ലെങ്കിൽ ഏപ്രിൽ 30. 2025. എല്ലാവരുടെയും ഏകദേശം ഡൗട്ട് ഒക്കെ ക്ലിയർ ആയി തോന്നുന്നു. വേറെ എല്ലാവർക്കും സെക്കൻഡ് ഇയറിന്റെ ഡൗട്ട്സ് ആണ്. ഫസ്റ്റ് ഇയറിന്റെ ഡൗട്ട്സ് കുറവാണ്. ആരും അങ്ങനെ ഡൗട്ട്സ് ഇല്ല. അതെ, സെക്കൻഡ് ഇയറിന്റെ ഡൗട്ട്സ് ആണ്. തിയറി ക്ലാസ്സസ് ആയതുകൊണ്ട് പ്രശ്നമില്ല. പ്രാക്ടിക്കൽ വരുമ്പോൾ ഞങ്ങള് യെസ് എവരിബഡി ഈസ് വെരി പോസിറ്റീവ് എന്ന് പറയുന്നുണ്ട്. അല്ല, സംശയം ഉണ്ടാകുന്നത് പഠിക്കാനുള്ള ഒരു ഇതുള്ളത് കൊണ്ടാണ്. വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും എവിടെയെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിച്ചോളൂ കേട്ടോ. കുറച്ച് കഴിഞ്ഞ് പിന്നെ പേടിയാവണ്ട. നിങ്ങൾക്ക് തന്നെ കുറച്ച് ആൻസൈറ്റി ഒക്കെ ആവുന്നതിന് മുമ്പ് ഡൗട്ട് ക്ലിയർ ചെയ്യാം. മാം ഇപ്പം വീഡിയോ ക്ലാസ്സസ് നമ്മളുടെ ലേൺവൈസ് ആപ്പിൽ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പം ഓരോ ബ്ലോക്കിൽ ഇങ്ങനെ 2 വീഡിയോ അങ്ങനെ ഓരോ ലെസൺ തന്നെ 2 സ്പ്ലിറ്റ് ആയിട്ടൊക്കെ ഉണ്ട്. അപ്പം മിനിമം ഇപ്പൊ ഒരു വീഡിയോ ഒരു 40 മിനിറ്റ്സ് 45 മിനിറ്റ്സ് ഒക്കെയാണ് മാക്സിമം ഒക്കെ വരുന്നത്. അപ്പോ നമുക്ക് ഇപ്പോഴും ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. അത് എനിക്കിപ്പോ ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. ഏകദേശം ഒരു ദിവസം എത്ര വീഡിയോസ് കാണും. ഇപ്പൊ വീഡിയോസ് മാത്രം കണ്ടുപോയാലും പോരാ. ഇപ്പൊ അതില് SLM ഉണ്ടല്ലോ, SLM അപ്പുറത്തേക്ക് നമ്മളായിട്ട് ഉണ്ടാക്കുന്ന നോട്ടുകൾ ഉണ്ടല്ലോ, നമുക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന SLM കാണുമ്പോ തന്നെ നല്ലപോലെ തലകറങ്ങുന്നുണ്ട്. പക്ഷെ എനിക്ക് എന്റേതായിട്ട് പ്രിപ്പയർ ചെയ്ത് എനിക്ക് പഠിക്കാൻ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള നോട്ടുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യാനുണ്ട്. അതിന്റെ ഒപ്പം വീഡിയോ കാണുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇപ്പോഴും ഒരു ഐഡിയ കിട്ടിയിട്ടില്ല പെർ ഡേ എത്ര വീഡിയോ കാണണം എന്നുള്ളത്. ഫറയുടെ പ്രശ്നം എനിക്ക് മനസ്സിലായി. നമ്മൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു ടൈം ടേബിൾ റിലീസ് ചെയ്യുന്നത് കേട്ടോ. സോ ടൈം ടേബിൾ നമ്മൾ റിലീസ് ചെയ്യും. ടൈം ടേബിൾ റിലീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ദിവസം എത്ര ലെസൺ ഉണ്ടെന്ന് അതിൽ കൊടുത്തിട്ടുണ്ടാവും. അതനുസരിച്ച് ഫോളോ ചെയ്താൽ മതി. ഓക്കെ. അത് ഏകദേശം എന്നാണ് ടൈം നമ്മൾ ടേബിൾ ഈ തരുന്നത്? ഒരു ഓറിയന്റേഷൻ സെഷന്റെ ലാസ്റ്റ് തരും. ഓക്കെ മാം. ഓക്കെ, താങ്ക് യു.
മാഡം ഈ ഇഗ്നോന്റെ നോട്ട്സ് നമുക്ക് ഏകദേശം എപ്പോഴാ കിട്ടുക? SLM നമുക്ക് ഇഗ്നോന്റെ പ്രാക്ടിക്കലി SLM 5 to 6 months പിടിക്കുന്നുണ്ട്. കാരണം ഡൽഹിയിൽ നിന്ന് അവര് നിങ്ങളുടെ സ്റ്റഡി സെന്ററിലേക്ക് ആദ്യം അയക്കും. സ്റ്റഡി സെന്ററിൽ പിന്നെ നിങ്ങളുടെ അഡ്രസ്സ് എഴുതിയിട്ട് അവര് വീണ്ടും നിങ്ങളുടെ അഡ്രസ്സിലോട്ട് അയക്കുകയാണ്. അപ്പൊ ഒരു ലോങ് പ്രോസസ് ആണ് ഇത്രയും സ്റ്റുഡൻസിന് അയക്കുക എന്ന് പറഞ്ഞാല്. മേ ബി ടെൻഡേറ്റീവ്ലി ബൈ ഡിസംബർ കിട്ടുമായിരിക്കും അല്ലേ? ഡിസംബർ കിട്ടും. യെസ്, ചോദിച്ചോളൂ. മാഡം രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ യൂട്യൂബ് ക്ലിപ്പിൽ ഉണ്ടാവോ? ആ, വീഡിയോ Recorded അല്ലേ? റെക്കോർഡിങ്സ് നമ്മൾ സെൻഡ് ചെയ്യും ലിങ്ക്. അതെ അതെ. തരാട്ടോ. ഓക്കെ ഓക്കെ. ഞാനൊരു 10 മിനിറ്റ് ലേറ്റ് ആയി വന്നപ്പോഴേ അതുപോലെ ഇന്നലത്തത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നലത്തത് ഞാൻ നമ്മളത് മിസ്സാക്കി. എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. നിങ്ങൾ ആ സമയം ഞങ്ങൾക്ക് തരണം. കാരണം ഇത്രയും മണിക്കൂറുള്ള സെഷൻസ് അല്ലേ. അപ്പൊ അത് എഡിറ്റ് ചെയ്ത് ഓരോന്ന് അപ്ലോഡ് ചെയ്യാനായിട്ട് സമയം എടുക്കും. അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മെന്റർ അത് നിങ്ങൾക്ക് ലിങ്ക് ആയിട്ട് അയച്ചു തരും കേട്ടോ. ഓക്കെ ഓക്കെ. ഇന്നലെ ഉണ്ടായിരുന്നു, ഞാൻ ക്ലാസ്സിലുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഓക്കെ. നമ്മുടെ വാട്സപ്പിലല്ല ലിങ്ക് വരിക, അതോ ഇല്ല, എങ്ങനെ വരിക? മെന്റർ അതോ നമ്മുടെ വാട്സാപ്പിൽ അയച്ചു തരും. മെന്റർ ലിങ്ക് അയച്ചു ഓക്കെ തരും. എന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ. വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുന്നേ ഒരു ചെറിയൊരു ആക്ഷൻ ടാസ്ക്. നമുക്ക് എല്ലാ സെഷനിലും ഒരു ആക്ഷൻ ടാസ്ക് വേണമല്ലോ. അതുപോലെ നമുക്കൊരു ആക്ഷൻ ടാസ്ക് ഈ സെഷൻ്റെത് ഞാനൊന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കാണിച്ചു തരാം. ആക്ഷൻ ടാസ്ക് എന്ന് പറയുന്നത് ഇതാണ്. നമ്മളുടെ 2 ക്വസ്റ്റ്യൻ ആണ്. അത് നിങ്ങൾ ചെയ്തിട്ട് ആൻസർ ചെയ്തിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് മെന്റേഴ്സിന് അയച്ചു കൊടുക്കണം കേട്ടോ. നമ്മളെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് അതിനൊന്ന് പ്രൊമോട്ട് ചെയ്യുക. ഒരു 30 സെക്കൻഡ്സ് ഒരു പിന്നെ ഉള്ള ഒരു വോയിസ് ആയിട്ടോ അങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് അയക്കാം. അതല്ല രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങളിപ്പം കുറെ സബ്ജക്ട്സ് ഉണ്ടല്ലോ, 6 സബ്ജക്ട്സ് ഉണ്ടല്ലോ തിയറി. അല്ല ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക്, നിങ്ങളൊരു ടീച്ചർ ആണെങ്കിൽ നിങ്ങൾ ഏത് സബ്ജക്ട് ചൂസ് ചെയ്യും പഠിപ്പിക്കാൻ, എന്തുകൊണ്ടാന്നുള്ളതൊക്കെ ഒന്ന് പിന്നെ അയച്ചു കൊടുക്കാം മെന്റേഴ്സിന്. ഓക്കെ, ഇത് നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ടാവും കേട്ടോ. സബ്ജക്ട് ചൂസ് ചെയ്യാന്ന് പറയുന്നത് ഈ 6 സബ്ജക്റ്റിൽ ഏതെങ്കിലും ഒരെണ്ണം, അങ്ങനെയാണോ? അപ്പോ നമുക്ക് വേറെ സംശയങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ സിലബസ് ഡീകോഡിംഗ് എന്ന് പറയുന്നത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ 2 വർഷത്തേക്ക് നമ്മൾ പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ പഠിക്കുന്നുണ്ടാവുക. ആ ഒരു വഴിയും നമ്മൾ കണ്ടു അല്ലെ. അസൈൻമെന്റ് എഴുതുന്നു, പ്രാക്ടിക്കൽസ് അറ്റൻഡ് ചെയ്യുന്നു, അങ്ങനെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ 2 വർഷത്തേക്കുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരുടെയും ഡൗട്ട്സ് ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. അടുത്ത ഓറിയന്റേഷൻ സെഷനിൽ കാണാം.